ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഇന്ന് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് നെല്ലിക്ക ഉണ്ടല്ലോ, അതും ഇനി ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ഹെൽത്തിയാണ്. ഈ ഒരു ക്ലൈമറ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം തുവരപ്പരിപ്പ് ഒന്ന് കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല പഴുത്ത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചെറുതാക്കിയൊന്നും അരിയേണ്ട കാര്യമില്ല കേട്ടോ. അത്യാവശ്യം വലുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നെല്ലിക്ക ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇടയ്ക്കൊന്ന് വരഞ്ഞു കൊടുക്കാം, ചെറിയ ഒരു കട്ടിട്ട് കൊടുക്കാം ഇതുപോലെ. അതുപോലെ 3ഉം ഒന്ന് ചെയ്തെടുക്കണേ. ഇപ്പം നല്ല അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ്. കൂടുതലും ജലദോഷവും പനിയൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പം ആ സമയത്തൊക്കെ കഴിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുന്നത്, കഴിക്കാൻ തോന്നുന്നത്, കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാനും പാകത്തിന് കുറച്ചധികം വെള്ളം ചേർക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 1.5 കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 അല്ല, ഒരു 2 കപ്പിനടുത്ത് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരണം. ഏതാണ്ട് ഒരു 4 വിസിലൊക്കെ ആയിട്ടുണ്ട് എനിക്ക്. അപ്പം ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണമൊക്കെ മാറും. അപ്പോൾ എനിക്കൊരു 4 വിസിലായിട്ടുണ്ട്. അപ്പോൾ കുക്കർ മൂടി വെച്ചിട്ട് നമുക്കിത് അടുപ്പത്തേക്കൊന്ന് മാറ്റാം. ഇത് അവിടെ ഇരുന്ന് വേകുമ്പോഴേക്കും ഒരു ചെറിയ കൂട്ടൊന്ന് റെഡിയാക്കണം. അതിനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 4 നെല്ലിക്ക ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-12 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മളിതിലേക്ക് കുരുമുളകും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് 2 എണ്ണം ആയാലും കുഴപ്പമില്ല, അത്യാവശ്യം എരിവ് കിട്ടുന്നുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂണൊക്കെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മല്ലിയിലയുടെ തണ്ടുണ്ടല്ലോ, അതാണ് ചേർക്കുന്നത്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന ഐറ്റം ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഒരു ടീസ്പൂണൊക്കെ സാമ്പാർ പൗഡറാണ്. ഇത് ഓപ്ഷനിലാണ്, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ക്രഷ് ആക്കി കൊണ്ടുവരാം. തീരെ ഒരുപാട് അരയുന്ന രീതിയിലൊന്നും അരച്ചെടുക്കണ്ട. പൾസ് മോഡിലിട്ട് ഒരു 3-4 വട്ടം ഒന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് കിട്ടിയാൽ മതിയേ. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ കുക്കറിൽ വെച്ചിരുന്ന സംഭവമൊക്കെ നന്നായിട്ട് ദാണ്ടെ വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പും തക്കാളിയും നെല്ലിക്കയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് നെല്ലിക്ക മാത്രം ആദ്യം എടുത്ത് മാറ്റണം. നെല്ലിക്ക മാറ്റി വേറെ ഉപയോഗത്തിനൊന്നും അല്ല, ഇതിൽ തന്നെ ചേർക്കാനുള്ളതാണ്. പക്ഷെ ഇപ്പം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ നെല്ലിക്ക ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ബാക്കി വന്ന പരിപ്പും തക്കാളിയൊക്കെ നല്ല പോലെ ഒരു സ്മാഷർ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. നിങ്ങൾക്കിത് സ്മാഷർ വെച്ചൊന്ന് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കാനൊന്നും നിൽക്കുന്നില്ല, ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു 1/2 ടീസ്പൂണൊക്കെ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വറ്റൽമുളക് ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ മിക്സ് ഉണ്ടല്ലോ, നെല്ലിക്കയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് മിക്സർ ജാറിൽ അരച്ചെടുത്തത് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ പനി വരുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് പനി വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി, മാറാൻ വലിയ പാടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കഴിക്കാൻ ഭയങ്കര കൊതിയാണ്. ഇത് ഇടയ്ക്കൊക്കെ പനി വരുമ്പോഴൊക്കെ ഞാനിത് ഉണ്ടാക്കും. പനി വരുമ്പോൾ മാത്രമല്ല കേട്ടോ, അല്ലാത്തപ്പോഴും ഉണ്ടാക്കാൻ നല്ലതാണ്, നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. കണ്ടോ, ഇതുപോലെ നല്ല പോലെ അങ്ങ് മിക്സാക്കി നമുക്ക് എടുക്കാം. പനി വരുമ്പോൾ നമുക്ക് കുറച്ച് എരിവും പുളിവുള്ള ഒക്കെ കഴിക്കാനൊരു കൊതി വരുമല്ലോ. അതാണ് ഞാൻ പനി വരുമ്പോൾ ഒന്ന് എടുത്തു പറഞ്ഞത് കേട്ടോ. പിന്നെ ഈ തണുപ്പത്തും കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മാറി വരുമ്പോൾ വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഒന്ന് എല്ലാം കൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. കുറച്ച് നല്ല ലൂസായിട്ടിരിക്കണം. അപ്പോൾ ഒരല്പം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ആ കാര്യം നമ്മൾ പരിപ്പ് വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് കുറവായിട്ട് ഉള്ളത് കണക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയിലയും കൂടെ ചേർക്കുമ്പോഴേക്കും എന്താ ഒരു മണവും, എന്ത് മണമാണെന്നറിയാമോ ഇതിന്, ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെയാണ് ഈ മല്ലിയില ഇതിന് ചേർക്കുമ്പോഴേക്കും. അപ്പോഴും മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ നെല്ലിക്ക ഉണ്ടല്ലോ, നമ്മൾ എടുത്ത് മാറ്റി വെച്ച അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. ഒരുപാട് നേരം ഇട്ട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു തിള വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ എന്തുവാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതാണ് നെല്ലിക്ക രസം. എൻ്റെതായ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. പലരും പല രീതിയിലാണ് നെല്ലിക്ക രസം ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഈ നെല്ലിക്കയൊക്കെ കിട്ടുമ്പോഴേക്കും ഇതുപോലൊരു രസം ഉണ്ടാക്കി നോക്കൂ. നമ്മൾ സാധാരണ പുളി പിഴിഞ്ഞുണ്ടാക്കുന്ന രസത്തിൽ എത്രയോ ടേസ്റ്റ് ആണെന്നറിയോ, അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കപ്പം പതിയെ ആ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെല്ലിക്ക രസമാണ് കേട്ടോ. അപ്പോൾ ഈ പനിയൊക്കെ വരുമ്പോൾ നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. വായിക്ക് രുചിക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഈ നെല്ലിക്ക രസമൊക്കെ ഉണ്ടെങ്കിൽ പനിയുള്ള സമയത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ പനി ഇല്ലാത്തപ്പോഴും ഉണ്ടാക്കാൻ നല്ലതാണോ. അപ്പോൾ അതാണ് ടേസ്റ്റി ആയിട്ടുള്ള രസമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.